ഷേം, നീ ആ പട്ടിക നേരെ അടിച്ചേ. ഒന്നുകൂടി ഉറപ്പിക്കണം. ഈ ഭാഗം വളരെ ഇളക്കമുണ്ട്. ഇങ്ങനെ പോയാൽ മഴ വരുമ്പോൾ ആകെ കുളമാവും. അപ്പാ, ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ പണി തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര ആഴ്ചയായി, ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. മേഘവുമില്ല, മഴയുമില്ല. അതെ അതെ, ആളുകൾ ഇപ്പോൾ തന്നെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പുതിയൊരു മീമും ഇറക്കിയിട്ടുണ്ട്, ഭ്രാന്തൻ നോഹയും അവൻ്റെ പൊന്തു മൃഗശാല. അപ്പാ, അവർ പറയുന്നത് ശരിയാണെങ്കിൽ എന്തു ചെയ്യും? നമ്മുടെ കഷ്ടപ്പാടെല്ലാം പാഴായി പോകുമോ? മക്കളെ, ദൈവം സംസാരിക്കുമ്പോൾ ചുമ്മാ പുലമ്പുകയില്ല, അത് വ്യക്തമായിരിക്കും. പക്ഷേ ഇത് വളരെ ബുദ്ധിമുട്ടാണപ്പ. ഈ സമ്മർദ്ദം. അപ്പൻ എപ്പോഴും കർത്താവിനെ വിശ്വസിക്കുക എന്ന് പറയും. പക്ഷെ ഞങ്ങൾ ശരിക്കും ഏത് മാനസികാവസ്ഥയിലൂടെയാണ് പോകുന്നതെന്ന് അപ്പൻ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ശരി, നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം ഈ അപ്പനോട് പറ. അപ്പ, എല്ലാ ദിവസവും ഞാൻ ശക്തനാകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഉള്ളിൽ മനസ്സ് തളർന്നു പോകുന്നു. എല്ലാവരും ചുമന്നു മടുത്ത്. നിങ്ങൾ കരുതുന്നു നിങ്ങളാണ് തളർന്നിരിക്കുന്നത്. പക്ഷെ ഞാൻ ജനിച്ച നിമിഷം മുതലേ ആളുകൾക്കൊരു തമാശയാണ്. വഴക്കാളി, കുഴിമടിയൻ, എന്തൊക്കെയാ. അതുകൊണ്ട് ഉറക്കെ കരയാതിരിക്കാനാ ഞാൻ ഉറക്കെ ചിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാനൊന്ന് നടക്കാനിറങ്ങി, പിന്നെ തിരിച്ചു വരാൻ തോന്നിയില്ല. പിന്നെന്താ നീ തിരിച്ചു വരാൻ കാരണം? ഞാൻ ഇരുട്ടത്ത് മരം മുറിച്ചുകൊണ്ടിരുന്ന അപ്പനെക്കുറിച്ച് ഓർത്തു. ദൈവത്തിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്ന എൻ്റെ അപ്പന് മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ ഒരുപക്ഷെ എനിക്കും സാധിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു. അപ്പൻ എപ്പോഴെങ്കിലും ഇതെല്ലാം വിട്ട് ഓടിപ്പോയാലോ എന്ന് തോന്നിയിട്ടുണ്ടോ? പിന്നെ പലതവണ. എൻ്റെ സ്വന്തം അപ്പൻ എന്നെ മനസ്സിലാക്കാതിരുന്നപ്പോൾ, ആളുകൾ നമ്മളെ കളിയാക്കിയതിനാൽ നിങ്ങളുടെ അമ്മ രാത്രി മുഴുവൻ വിതുമ്പി കരഞ്ഞപ്പോൾ, ഞാൻ വെട്ടിയ ആദ്യത്തെ മരം തന്നെ എൻ്റെ കയ്യിൽ കൊണ്ട് എൻ്റെ മാംസം തന്നെ ചിന്തിയപ്പോൾ. പിന്നെ എന്തുകൊണ്ട് അപ്പം നിർത്തിയില്ല? മനശ്ശേം, ഞാനിനി വള്ളം മാത്രമല്ല പണിയുന്നത്, മറിച്ച് അനേകർക്ക് വേണ്ടിയിട്ടുള്ള രക്ഷാകേന്ദ്രമാണ്. എൻ്റെ കുടുംബത്തിനായി, എൻ്റെ കുട്ടികൾക്കായി, എൻ്റെ നാടിനായി, അല്ല നമ്മുടെ നാടിനായി, എല്ലാവരുടെയും നല്ല നാളേക്കായി. നമ്മൾ നമ്മുടെ കൈകൾ കൊണ്ട് ഒരു പെട്ടകം പണിയാണ്. പക്ഷെ ഇതുവരെ നമുക്കിടയിൽ നമുക്ക് വേണ്ടി ഒന്നും പണിതിട്ടില്ലല്ലോ. എങ്കിൽ നമുക്ക് ഇന്ന് തന്നെ തുടങ്ങിയേക്കാം. നിങ്ങളോട് മനസ്സ് തുറക്കാതിരുന്നതിന് മക്കൾ ഈ അപ്പനോട് ക്ഷമിക്കില്ലേ? എനിക്ക് കിട്ടിയ ഈ വലിയ ദൗത്യത്തിനിടയിൽ പലപ്പോഴും നിങ്ങളുടെ കാര്യം ഞാൻ വിട്ടുപോയിട്ടുണ്ട്. മോനെ യാഫേത്ത്, നീ ദുർബലനല്ല. നീ ജീവിതാനുഭവങ്ങൾ പഠിക്കുകയായിരുന്നു. അതാണ് നിൻ്റെ ശക്തി. നീ ഒരു തമാശയുമല്ല. ഈ ചിരിക്ക് മുന്നിൽ നിൻ്റെ വേദന മറക്കാൻ നീ പഠിച്ചു. എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഷേം, നീ വളരെയധികം ഭാരം ചുമന്നു. അതിൽ നിന്നും കുറച്ചെനിക്കിതാ. ഞാനിപ്പോഴും നിൻ്റെ അപ്പനാണ്. ഒരു വിധത്തിൽ ഇതാണ് ശരിക്കും പെട്ടകം. ഈ ഒരു നിമിഷം. സഹോദര, ബ്രോ, അത്രയ്ക്ക് സാഹിത്യം വേണോ? അവനെ വെറുതെ വിട്ടേക്ക്. മക്കളെ, പേമാരി പെയ്താലും കൊടുങ്കാറ്റാഞ്ഞടിച്ചാൽ നമ്മൾ നേരോടെയും കൃപയോടെയും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഈ വീട് മുങ്ങാതെ പൊങ്ങി തന്നെ കിടക്കും. നിരവധി പിതാക്കന്മാർ മരത്തടിയും ആണികളും കൊണ്ട് പണിതു. എന്നാൽ മഹാന്മാർ സ്നേഹവും സമയവും കൊടുത്തുകൊണ്ട് പണിതു. ഈ പിതൃദിനത്തിൽ ഓരോ അപ്പന്മാരും തങ്ങളുടെ മക്കൾക്ക് കൊടുങ്കാറ്റിനെ അതിജീവിക്കുവാൻ സഹായിക്കുന്ന ഒരു പെട്ടകമായി മാറട്ടെ.